ഹലോ, ഇന്നത്തെ വീഡിയോ മാർച്ചിലെ മന്ത്ലി പ്ലാനറാണ്. എൻ്റെ വോയിസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ മാസത്തെ തീമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് സ്കൈയും സ്റ്റാർസും ഒക്കെയാണ്. അപ്പോൾ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു പെയിൻറ്റിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളറിൽ മേഘങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം അത് സക്സസ് ആയി എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കാണുമ്പോൾ അത് സ്കൈ ആണോ അല്ലെങ്കിൽ സീ ആണോ എന്ന് പറയുന്നൊരു ഡൗട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എങ്ങനെയൊക്കെയോ വാട്ടർ കളർ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സൈഡിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് ഫ്ലവേഴ്സാണ്. ഇത് ഒരു യെല്ലോ ആൻഡ് ഓറഞ്ച് ഷെയ്ഡിലാണ് ഫ്ലവർ വരുന്നത്. പിന്നെ സാധാരണ പോലെ തന്നെ ഗ്രീൻ ലീവ്സ് അവിടെ എവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേജ് മൊത്തമായിട്ട് ചെയ്തിട്ടുള്ളത് വാട്ടർ കളറിലാണെന്ന് പറയാം. അതിൻ്റെ കൂടെ ജെൽ പെന്ന് കൊണ്ടാണ് ഔട്ട്ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതും ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കവർ പേജ് തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിലാണോ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, എവിടെയോ ഞാൻ ഇതുപോലത്തെ ഒരു തീം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ ഉള്ളത്. പിന്നെ ഇതിൻ്റെ കളറ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിട്ട് നേരിട്ട് കണ്ടാൽ തോന്നുന്നില്ല കേട്ടോ. കുറച്ചുകൂടി ഒരു ഡള്ളാണ്, പക്ഷേ എന്തോ വീഡിയോയിൽ കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് കാണുന്നതാണ്. എനിവേ, ഇനിയുള്ളത് അതിൻ്റെ ആ ഒരു ടൈറ്റിൽ എഴുതിയിരിക്കുന്ന അഥവാ ആ മന്തിൻ്റെ നെയിം എഴുതിയിരിക്കുന്ന ആ ഒരു പോർഷനാണ്. അത് മന്തിൻ്റെ നെയിം എഴുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വേറൊരു പേപ്പറിലായിരുന്നു. ആ പേപ്പറിൽ ജെൽ പെൻ കൊണ്ട് എഴുതിയിട്ട് അതിങ്ങോട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ആ ജെൽ പെൻ കൊണ്ട് എഴുതുന്നതിന് മുന്നേ തന്നെ ആ പേപ്പറിന് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഒന്ന് വാട്ടർ കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്തിട്ടാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മളിങ്ങോട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഫ്രണ്ട് പേജിലുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ഈ മന്തിൻ്റെ ചെറിയൊരു കലണ്ടർ കൊടുത്തിട്ടുള്ളത്. സാധാരണ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള മന്ത്ലി പ്ലാനറിലൊക്കെ കലണ്ടർ കൊടുക്കാറുള്ളത് ആ ഫ്രണ്ട് പേജിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു അത് ഉള്ളിലേക്ക് കൊണ്ടുവരാം. മാത്രമല്ല ആ ഫ്രണ്ട് പേജിൽ അത്യാവശ്യം ആ പെയിൻറ്റിങ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ ചെറിയ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു തീമിനോട് ചേർന്ന് പോകുന്ന രീതിയിൽ ഒരു ചെറിയ പെയിൻറ്റിങ് സ്കൈ തന്നെ. പിന്നെ ഉള്ളത് ഒരു കോട്ടാണ്. യു ആർ ഓൾവേസ് ഫ്രീ ടു സ്റ്റാർട്ട് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു കോട്ടാണ് സൈഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പ്രയോറിറ്റീസ് എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ മന്തിൽ ഞാൻ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് ജനറലായിട്ട് എല്ലാ കാര്യങ്ങളും പെടും. കരിയർ ആയാലും ഹെൽത്ത് ആയാലും ശരി, നമ്മുടെ പേഴ്സണൽ ലൈഫായിരുന്നാലും ഫാമിലി റിലേഷൻഷിപ്പ് വൈസ് എല്ലാ കാര്യങ്ങളിലും വെച്ച് നോക്കിയിട്ട് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ഞാൻ കരുതുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാനുള്ള ഒരു സ്പേസ്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് 3 കോളം പോലെ കൊടുത്തിട്ടുള്ളത്. ടാസ്ക്, ഫോക്കസ്, അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ മാസം എന്തായാലും ചെയ്തു തീർക്കേണ്ട ഒരു 4 ടാസ്ക് എഴുതാനുള്ള സ്പേസ്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 4 കാര്യങ്ങൾ, അത് ഇമോഷണലിയോ മെൻ്റലിയോ ഉള്ള കാര്യങ്ങൾ എഴുതാനുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഹാബിറ്റ്സ് എഴുതാനുള്ളൊരു സ്പേസാണ്. അവിടെ ഒരു 3 ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്ന റീഡിങ്ങും ആട്ടും ഒന്നുമല്ല, അത് നമ്മൾ ഹാബിറ്റ് ട്രാക്കറിലാണ് എഴുതാറുള്ളത്. ഇവിടെ എന്തെങ്കിലും ചെറിയ നമ്മൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് എഴുതി വയ്ക്കാനുള്ള ഒരു സ്പേസാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പേജിലുള്ളത്. ഈ ഒരു പേജും ബ്ലൂ തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ നമ്മുടെ ഈ ഒരു മെയിനായിട്ടുള്ള പേജിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മന്ത്ലി പ്ലാനറിൽ ഞാനങ്ങനെ ഗോൾസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. പ്രയോറിറ്റിയും ടാസ്കും എല്ലാം ചേർന്നത് തന്നെയാണ് ഈ മന്തിലെ എൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ മാർച്ച് ഒന്ന് എഴുതിയിട്ട് ഈ മന്തിലെ കലണ്ടർ അത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും ടാസ്ക് എഴുതി വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സ്പേസ് കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് മിക്കവാറും ഞാൻ എല്ലാ മന്ത്ലി പ്ലാനറിലും ചെയ്യാറുള്ള ഒരു പേജ് തന്നെയാണ്. അതിൻ്റെ സൈഡിലായിട്ട് ദിസ് മന്ത് എന്ന് പറഞ്ഞിട്ട് ഈ മാസം നടക്കുന്ന എന്തെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ആ പെയിൻറ്റിങ്ങിൻ്റെ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പേജിലുള്ളത്. ഇത് ഈ ഒരു പ്ലാനർ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേഴ്സണൽ പ്ലാനറായിട്ടാണ്. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വേറൊരു ബുക്കിലാണ്. അതിലിപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്ലാനിങ് ഒന്നും നടക്കുന്നുമില്ല. ബാക്കിയുള്ള എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടാണ് ഈ ഒരു പ്ലാനർ ഉപയോഗിക്കുന്നത്. അതിനാണ് എനിക്കിത് യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ഇഷ്ടമുള്ളത്.
അപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിരുന്നാലും ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത്രത്തോളം മെനക്കെട്ട് പിക്ചേഴ്സൊന്നും വരയ്ക്കാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സോ വല്ലതൊക്കെ ഒട്ടിച്ചിട്ട് ഈ ഒരു പെയിൻറ്റിങ് ഒഴിവാക്കിക്കൊണ്ടും നമുക്ക് ഈ ഒരു പ്ലാനർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ഹാബിറ്റ് ട്രാക്കറും ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റും എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പേജ് എന്ന് പറയുന്നത്. ഹാബിറ്റ് ട്രാക്കറിലേക്ക് വരുമ്പോൾ സാധാരണ ഞാൻ എഴുതാറുള്ള 4 ഹാബിറ്റ്സ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഈ 4 ഹാബിറ്റ്സ് തന്നെയാണ് എനിക്ക് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പാകുന്ന കാര്യവും എന്നാൽ ഞാൻ ഫോളോ ചെയ്യണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്ന കാര്യവും. അതുകൊണ്ടാണ് ഇത് ഞാൻ വിടാതെ എല്ലാ മന്തിലും പ്ലാനറിൽ ഉൾപ്പെടുത്തുന്നത്. അത് കലണ്ടറായിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കലണ്ടറിൽ ഹാബിറ്റ്സ് ചെയ്യുന്നതിനനുസരിച്ച് സർക്കിൾ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ ഹാബിറ്റ്സിൻ്റെ തന്നെ താഴെയായിട്ട് ചെറിയൊരു കോട്ട്, അതായത് എവറിഡേ മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഹാബിറ്റ് ഫോളോ ചെയ്യാനായിട്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ആ ഒരു വേർഡ്സും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയും ബ്ലൂ കളറിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ആ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഐ ആം ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതാനുള്ളൊരു സ്പേസാണ്. ഈ മന്തിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് താങ്ക്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, എന്നെ ഹാപ്പി ആക്കിയ അല്ലെങ്കിൽ എനിക്ക് വളരെയധികം നന്ദി തോന്നിയ ആ നല്ല മൊമെൻറ്റ്സ് എഴുതി വയ്ക്കാൻ, ഞാൻ മറന്നു പോകാതിരിക്കാനായിട്ട് എഴുതി വയ്ക്കാനുള്ളൊരു സ്പേസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് സ്പേസ് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു പേജിലേക്കും കൂടി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്റ്റെൻഡ് ചെയ്യാമായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മന്തിലെ പ്ലാനർ. ഈ ബ്ലൂ ആൻഡ് പിന്നെ ഫ്ലവേഴ്സ് തീം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നൊരു കാര്യം പറയാനുള്ളത്, ചിലരെങ്കിലും ചോദിച്ചേക്കാം ഇത്രയധികം ടൈം എടുത്തിട്ട് ഇതുപോലെ ഈസ്തെറ്റിക്കായിട്ട് തന്നെ നമ്മൾ മന്ത്ലി പ്ലാനർ റെഡിയാക്കണമോ എന്ന്. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡെക്കറേറ്റൊക്കെ ചെയ്ത് ഇത് കാണുമ്പോൾ നമുക്കത് അതിൽ എഴുതാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവാറുണ്ട്. എനിക്കതുപോലെ തന്നെ അത് പ്ലാൻ ചെയ്യാനും പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എടുത്ത് നോക്കാനും ഒക്കെ ഇഷ്ടം തോന്നുന്നത് പലപ്പോഴും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയിലൊക്കെ വെക്കുമ്പോഴാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ടൈം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ആ ഒരു പ്ലാനറിൻ്റെ ഔട്ട്ലൈൻ മാത്രം എടുത്താൽ മതി. നിങ്ങൾ ബാക്കി ആർട്ട്ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യണം എന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു സാധാരണ പേനയും ബുക്കും മാത്രം ഉപയോഗിച്ചിട്ടും നമുക്ക് പ്ലാനർ റെഡിയാക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.